അതിഥി തൊഴിലാളികളെ അവഹേളിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിയമസഭാ പ്രസംഗത്തിനെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളായ പ്രവാസികളെ കൂടി അവഹേളിക്കുന്നതാണ് പ്രസ്താവന എന്നാണ് ആക്ഷേപം. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവന. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ കൂടി സംഭാവനയാണ് ഇന്നത്തെ കേരളം എന്ന യാഥാർത്ഥ്യത്തെയാണ് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത്. കുടിയേറ്റത്തിന്റെ ഗുണഫലം അനുഭവിച്ച ലോകത്തിലെ തന്നെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് കേരളത്തിൻ്റേത്. ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ വിദേശ റെമിറ്റൻസ് പ്രതിവർഷം കേരളത്തിൽ എത്തുന്നു എന്നതാണ് കണക്ക്. അതേ കേരളത്തിൽ വന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മുടെ അതിഥി തൊഴിലാളികൾ. അവർ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്ന കേരള മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഒരു പൊരുത്തക്കേടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ റിവേഴ്സ് റെമിറ്റൻസ് എന്ന വാക്കുകൊണ്ടാണ് അതിഥി തൊഴിലാളികളെ വിമർശിച്ചത്. എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ജീവനക്കാരാണ്. ഈ പറയുന്ന തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറമാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. അതിഥി തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന പണം സാമ്പത്തിക ശാസ്ത്ര പദാവലി അനുസരിച്ച് അത് റിവേഴ്സ് റെമിറ്റൻസ് അല്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അധ്വാനത്തിന്റെ പണം അവരുടെ നാട്ടിലേക്ക് അയക്കുന്നതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ പണം അയക്കുന്നതിൽ സാമ്പത്തികമായി ഒരധാർമികതയുമില്ല. പ്രവാസികളുടെ പണം കൊണ്ട് പടുത്തുയർത്തിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുകളിലിരുന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അതിലൊരു അധാർമികത ഉണ്ടുതാനും. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് എതിർക്കപ്പെടേണ്ടത് അത് മണ്ണിന്റെ മക്കൾ വാദത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്നും അത് എതിർക്കപ്പെടേണ്ടതാണെന്നും സാമൂഹ്യ നിരീക്ഷകൻ രതീഷ് ചക്രപാണി പറഞ്ഞു. നമ്മൾ എന്നാണ് കേരളീയർ ഇത്രമാത്രം മോശപ്പെട്ട രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ നമ്മൾക്ക് ഈ പറഞ്ഞ അപരിചിതരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണമെന്ന് കേരള മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എപ്പോഴാണ് എന്നുള്ളത് എന്നെ അമ്പരപ്പിച്ചു. യഥാർത്ഥത്തിൽ ഒരു തീവ്ര BJP മുഖ്യമന്ത്രി പോലും പറയാത്ത വർത്തമാനമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഒന്ന്, കേരളത്തിൽ ആകെയുള്ള 85 ലക്ഷം കുടുംബങ്ങളിൽ 34 ലക്ഷത്തോളം പേർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അവരോട് മറ്റുള്ള ആളുകൾ ഇതേ സമീപനമെടുക്കുകയും ഇവിടെ നിന്നുള്ള പണം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യത്തിന്റെ ഏതൊരു ഭാഗത്ത് താമസിക്കാനും തൊഴിലെടുക്കാനും അവകാശം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടനാ സങ്കല്പത്തിനെതിരെ കൂടിയാണ് കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതിനകം പ്രതിഷേധമുയർന്നു കഴിഞ്ഞു. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.